പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ആർഭാട ജീവിതത്തിന് കൊള്ള. വയോധികയെ ആക്രമിച്ച് വള കവർന്ന കേസിൽ ധനകാര്യ സ്ഥാപനത്തിലെ ലോൺ അപ്രൂവൽ ഓഫീസർ പോലീസ് പിടിയിൽ. പുലർച്ചെ പള്ളിയിലേക്ക് നടന്നുപോയ വയോധികയെ വഴിയിൽ ഒളിഞ്ഞുനിന്ന് ആക്രമിച്ച് ബോധം കെടുത്തിയ ശേഷം 3 പവൻ തൂക്കം വരുന്ന സ്വർണവളകൾ കവർന്ന കേസിൽ കണ്ണൂർ തലശ്ശേരി തിരുവാങ്കോട് ഗീതം നിവാസിൽ 46 വയസ്സുള്ള റോഷനെ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കണ്ണൂരിലെ ഒരു പ്രമുഖ ധനകാര്യ സ്ഥാപനത്തിൽ ലോൺ അപ്രൂവൽ ഓഫീസറായി ജോലി ചെയ്യുന്ന ഇയാൾ ആർഭാട ജീവിതം നയിക്കാനാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി പോട്ട വാഴക്കുന്നിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇയാൾ. കഴിഞ്ഞ മെയ് 30-ന് പുലർച്ചെ 5:30-യോടെ വാഴക്കുന്ന് സ്വദേശിയായ വയോധിക പോട്ട ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിലേക്ക് ഉറുമ്പൻകുന്ന് എഡ്ഡി കറണ്ട് റോഡിലൂടെ നടന്നു പോകുന്നതിനിടയിൽ വാഴക്കുന്ന് എത്തുന്നതിന് തൊട്ടു മുൻപുള്ള വിജനമായ സ്ഥലത്ത് വെച്ച് കൈകളിൽ ഗ്ലൗസ് ധരിച്ചെത്തിയ റോഷൻ പിൻവശത്തുകൂടി ആക്രമിച്ച് ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിച്ച് അബോധാവസ്ഥയിലാക്കിയ ശേഷമാണ് 1 പവൻ വീതമുള്ള 3 സ്വർണവളകൾ കവർന്നത്. ആർഭാട ജീവിതം മൂലമുണ്ടായ സാമ്പത്തിക ബാധ്യത തീർക്കാനാണ് കൃത്യം ചെയ്തതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. ആക്രമണത്തിനിരയായ സ്ത്രീ നൽകിയ സൂചനകളാണ് കേസിൽ നിർണായകമായത്. അക്രമി വ്യായാമം ചെയ്യുന്നവർ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നതെന്ന് പോലീസിനോട് പറഞ്ഞു. ഇതേ തുടർന്ന് അന്വേഷണ സംഘം പ്രദേശത്ത് പുലർച്ചെ നടക്കാനിറങ്ങുന്ന 70ഓളം പേരുടെ ശാരീരിക പ്രത്യേകതകളും വസ്ത്രധാരണ രീതിയും രഹസ്യമായി നിരീക്ഷിച്ചു. ഇതിലൂടെയാണ് പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചന പോലീസിന് ലഭിക്കുന്നത്. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പോലീസ് വലയിലാക്കുന്നത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി ബെന്നി KP, ഇൻസ്പെക്ടർ ടി ശശികുമാർ, പ്രൊബേഷൻ SI വൈശാഖ്, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, BU സിൽജോ, AU റെജി, ബിനു MJ, ശ്രീജിത്ത് EA, സൈബർ സെൽ ഉദ്യോഗസ്ഥരായ ഷനൂഖ് CK, സനൂപ് CR എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട് വീണ്ടും കുറ്റം ആവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടികളുമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ്. NDPS ആക്ട് പ്രകാരം ഒരിക്കൽ ശിക്ഷിക്കപ്പെട്ടവർ വീണ്ടും അതേ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ കഠിനമായ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമ നടപടികളാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ഊർജിതമാക്കിയിട്ടുള്ളത്. ഈ നിയമപ്രകാരം കുറ്റം ചെയ്യുകയോ അതിന് പ്രേരിപ്പിക്കുകയോ അതിന് ശ്രമിക്കുകയോ പ്രേരണ നൽകുകയോ തയ്യാറെടുപ്പുകൾ നടത്തുകയോ അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ പങ്കാളികളാവുകയോ ചെയ്ത് ശിക്ഷിക്കപ്പെട്ട ഒരാൾ വീണ്ടും കുറ്റം ആവർത്തിച്ചാൽ NDPS നിയമത്തിലെ 31-ാം വകുപ്പ് പ്രകാരം കടുത്ത ശിക്ഷ ലഭിക്കും. ഈ വകുപ്പ് പ്രകാരം രണ്ടാമതോ അതിനുശേഷമോ കുറ്റം ആവർത്തിക്കുന്നവർക്ക് ആ കുറ്റത്തിന് ലഭിക്കാവുന്ന പരമാവധി കഠിന തടവിന്റെ 1.5 ഇരട്ടി വരെ തടവ് ശിക്ഷയായും
പരമാവധി പിഴത്തുകയുടെ 1.5 ഇരട്ടിയായും വർദ്ധിപ്പിച്ചു നൽകാൻ ഈ വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. തൃശൂർ റൂറൽ ജില്ലയിൽ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഇത്തരത്തിൽ വീണ്ടും മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ട 103 പ്രതികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട കോടതികളിൽ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് സമർപ്പിച്ചു. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്ന ജില്ലകളിലൊന്നാണ് തൃശൂർ റൂറൽ. കുറ്റവാളികൾക്ക് നിയമത്തിന്റെ പരമാവധി ശിക്ഷ ഉറപ്പാക്കി മയക്കുമരുന്ന് വ്യാപനം പൂർണ്ണമായും തടയുകയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നടപ്പിലാക്കണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തീരുമാനം. അത്തരത്തിലൊരു ഡയറക്ഷനാണ് നമുക്ക് ഗവൺമെൻറ്റിൽ നിന്നും ഞങ്ങളുടെ പോലീസ് മേലധികാരിയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മൊത്ത സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. ഇനി പിറക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, നമുക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെയൊക്കെ ഭാവിക്ക് വേണ്ടിയുള്ളതാണ്. ഇങ്ങനെ ഒന്നും നടന്നില്ലെങ്കിൽ നമ്മളില്ല, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇല്ല. അതുപോലെ ഒരു അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത്. ഇന്ത്യയിൽ തന്നെ ഡ്രഗ്സ് ഇത്ര വ്യാപകമായിട്ട് ഇതിൻ്റെ വിപണനം ഇങ്ങനെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. നമുക്കെല്ലാം അറിയാം. പുതുതലമുറ കുട്ടികൾ ഇവരൊക്കെ തന്നെ ഇതിൻ്റെ ഇരകളായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ഒരു വലിയ സന്ധിയില്ലാ സമരം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഒരു പോലീസിൻ്റെ ഒരു സാധാരണ പ്രവർത്തനം കൊണ്ട് നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഡ്രഗിൻ്റെ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് പോലീസും എക്സൈസുമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതിനെതിരെ നടപടിയെടുക്കേണ്ട 2 എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്. തീർച്ചയായും ഇതിനെതിരെയുള്ള നടപടി എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ നടപടി എൻഫോഴ്സ്മെൻറ്റാണ്. എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് നടത്തുന്നവരാരാണെന്ന് കണ്ടുപിടിക്കുക, അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യുക, അവരുടെ സാമ്പത്തിക അടിത്തറ തകർക്കുക, അവരെ ജയിലിൽ അയക്കുക, കോടതിയിൽ വിചാരണയ്ക്ക് വിധേയമാക്കി കടുത്ത ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. ഇതാ എൻഫോഴ്സ്മെൻറ്റും തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനും സക്സസ്ഫുൾ പ്രോസിക്യൂഷൻ. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഏജൻസി എന്ന് പറഞ്ഞാൽ പോലീസും എക്സൈസുമാണ്. ഇതിനൊപ്പം ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ വകുപ്പുണ്ട്, ആരോഗ്യ വകുപ്പുണ്ട്, സാമൂഹ്യനീതി വകുപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ പോലീസ്, എക്സൈസ്, ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, ഇങ്ങനെ വിവിധ വകുപ്പുകൾ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണ് ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി യുവാവിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട കൊരുമ്പശ്ശേരി എടക്കുകാരൻ വീട്ടിൽ 23 വയസ്സുള്ള സിനാനാണ് മണ്ണാത്തിക്കുളം പരിസരത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ പിടിയിലായത്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവും ഹാഷിഷ് ഓയിലും ഇയാളിൽ നിന്നും പോലീസ് സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ വിറ്റഴിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ബാലനീതി നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഊരകം PL ഔസഫ് മാസ്റ്റർ സ്മാരക ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ആദരണീയം ജനകീയ സംഗമം ജൂനിയർ ഇന്നസെന്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ വായനശാല പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കലാഭവൻ ജോഷി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല മുകുന്ദപുരം താലൂക്ക് സെക്രട്ടറി രാജൻ നെല്ലായി പുസ്തക വിതരണം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അഞ്ജലി ബാബു, പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ബാബു ചുക്കത്ത്, റിജു പോട്ടക്കാരൻ, വായനശാല രക്ഷാധികാരി ജോൺ ജോസഫ്, സി സ്റ്റാർ ക്ലബ് സെക്രട്ടറി ടോജോ തൊമ്മാന, ഊരകം പ്രവാസി കൂട്ടായ്മ കോർഡിനേറ്റർ സിൻഡോ തോമസ് തെറ്റയിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം അഞ്ജലി ബാബു എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് അംഗം കുന്ദു കാരാത്ര,
സന്തോഷം നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിൽ താങ്ക് യു സോ മച്ച്. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് എല്ലാ കുഞ്ഞുമക്കൾക്കും എൻ്റെ എല്ലാവിധ ഒരു പ്രിയ സുഹൃത്തു കൂടിയായ കലാഭവൻ ജോഷി, ഏതാനും കുട്ടികളെ, മാതാപിതാക്കളെ, പ്രിയമുള്ളവർ, സംസാരിക്കുന്നതിനായി സാധനം ക്ഷണിക്കുന്നു. എത്തിച്ചേർന്നിരിക്കുന്നത് മൈഗ്രേഷൻ മിഷൻ ഇരിങ്ങാലക്കുട മേഖലാതല പ്രവർത്തനോദ്ഘാടനം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ മാനേജർ ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് ജോസ് മാമ്പിള്ളി പദ്ധതി വിശദീകരിച്ചു. കത്തീഡ്രൽ ട്രസ്റ്റി തോമസ് തൊഗലത്ത്, PTA വൈസ് പ്രസിഡന്റ് ജോസി, PTA നിർവാഹക സമിതി അംഗം ജെയിംസ്, അനു ജോൺ എന്നിവർ പ്രസംഗിച്ചു. ഹെഡ്മിസ്ട്രസ് റീജ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ലിറ്റി KP നന്ദിയും പറഞ്ഞു. ഇന്നലെ 2 ദിവസം അടുപ്പിച്ച് നമ്മളിങ്ങനെ ഒരുമിച്ച് അസംബ്ലിയിൽ പങ്കുചേർന്ന് ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് മൈഗ്രേഷൻ മിഷൻ. എന്താ ഈ മൈഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് പുറം നാടുകളിലേക്ക് കുടിയേറി താമസിക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. പ്രവാസികൾ എന്നും അല്ലെങ്കിൽ അതിനെ വിളിക്കാവുന്നതാണ്. യാത്ര പുറപ്പെടുക എന്ന് നാം കേൾക്കുമ്പോൾ, അറിയുമ്പോൾ അത് വലിയ സന്തോഷത്തിൻ്റെ ഒരു കാര്യമായിട്ട് വരും. എന്നാൽ വിദേശത്ത് നിങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങൾ 12ാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രി ചെയ്യാനായിട്ട്, നഴ്സിംഗ് പഠിക്കാനായിട്ട്, ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ താമസം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ പല തരത്തിലാണ്. എണ്ണിയാൽ തീരില്ല. ഒന്ന്, ഭാഷ അറിയില്ല. ഇവിടെ മലയാള കലബല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മലയാള ഭാഷ അവിടെ പോയിട്ട് അമേരിക്കയിൽ പോയി പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. ജർമ്മനിയിൽ പോയി പറഞ്ഞ് ശരിയാവോ? ഇറ്റലിയിൽ പോയി പറഞ്ഞാൽ ശരിയാവോ? അയർലൻഡിൽ പോയി പറഞ്ഞ് ശരിയാവോ? അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ പറഞ്ഞാൽ ശരിയാവോ? ഇല്ല. പിന്നെ പറയുന്നത് വേണം, ആ നാട്ടിൽ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് ആ ഭാഷ. KPCC നിർവാഹക സമിതി അംഗവും കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന പ്രസിഡന്റുമായ KP ധനപാലന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC ഇരിങ്ങാലക്കുട ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്തു. INTUC ബ്ലോക്ക് പ്രസിഡന്റ് PB സത്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന ട്രഷറർ ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. CS അബ്ദുൽ ഹഖ്, ഷാജി KL, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺസ് ഞാറ്റുവെട്ടി, വിവിധ സംഘടനാ പ്രതിനിധികളായ അഭിമന്യു, സുരേഷ്, സുധീർ, വേണുഗോപാൽ, വിജയ് ഗോപാലകൃഷ്ണൻ, MS മുനീർ എന്നിവർ പ്രസംഗിച്ചു. ഇരിക്കുന്ന കാലഘട്ടം മുതൽ ധനപാലനായി നന്നായി അടുത്തിടപെടാനും ധാരാളം യോഗങ്ങളിൽ ഒരുമിച്ച് പങ്കെടുക്കാനും പറഞ്ഞ് സാധിച്ചിട്ടുണ്ട്. 87-ൽ ശ്രീ ധനപാലൻ കൊടുങ്ങല്ലൂർ ശ്രീ VK രാജിനെതിരെ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ശ്രീ ധനപാലൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. അന്ന് വളരെ ശക്തമായിട്ടുള്ള മത്സരത്തിൽ 2000 വോട്ടിനാണ് ധനപാലൻ ശ്രീ VK രാജനോട് പരാജയപ്പെട്ടത്. പിന്നീട് 91-ലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വടക്കേക്കര നിയോജകമണ്ഡലത്തിൽ മത്സരിക്കാൻ പാർട്ടി തലത്തിൽ തീരുമാനമായതാണ്. പാർട്ടി തലത്തിൽ തീരുമാനമായി ഫ്ലക്സ് ബോർഡുകൾ, അതുപോലെ തന്നെ യോഗങ്ങളൊക്കെ
ആരംഭിച്ചതായിരുന്നു. അപ്പോൾ അന്നത്തെ ലീഡർ ആ സീറ്റ് ശ്രീ എം എ ചന്ദ്രശേഖരന് കൊടുക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ധനപാലൻ ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഞാനത് എൻ്റെ ഓർമ്മയിൽ വരാൻ കാരണം 91 ഞാനും ശ്രീ വി എം സുധീരനുമാണ് എം എ ചന്ദ്രശേഖരൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സുധീരനാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ആലുവയിൽ മുഹമ്മദ് അലിയുടെ കൺവെൻഷനിൽ പങ്കെടുത്ത് അവിടെ സുധീരൻ ഉദ്ഘാടനം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് പറവൂരിലെ ധനപാലൻ്റെ വീട്ടിലേക്കാണ്. ധനപാലൻ അപ്പോൾ ഒരു അർദ്ധനിരാശനായിട്ട് വീട്ടിലിരിക്കുന്ന സമയം തേലപ്പിള്ളി പാറയ്ക്കൽ ജോർജ് അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. ഗ്രേസി ഭാര്യയും ജോഷി, ജൂലി, ജോബി എന്നിവർ മക്കളുമാണ്. ലിനി, ആന്റണി, ജിക്സി എന്നിവർ മരുമക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.